ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിലെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അനി നന്ദുവും കൂടി ചേർന്ന് ആരും അറിയാതെ പോയിരിക്കുകയാണ് അവരുടെ അനിക്ക് പരിചയൊരു ഗസ്റ്റ് ഹൗസിലേക്ക്. അനി അതുപോലെ തന്നെ കൂട്ടുകാരൻ്റെ അടുത്ത് നന്ദു ആണെങ്കിൽ മാറി നിൽക്കുകയാണ്, ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് മാറി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടുപേരും കൂടി വീട്ടിൽ പറയുന്നത്. പക്ഷേ വീട്ടിലെല്ലാവർക്കും ഭയങ്കര സംശയമുണ്ട്, ഇവർ ഒരുമിച്ചാണോ എന്നൊക്കെ സംശയമൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് ദേവിയാണെങ്കിൽ ആ ഒരു സംശയം നമ്മുടെ നയനയെടുത്തും അതുപോലെ തന്നെ ആദർശിനോട് പറയാണ്, എനിക്കൊരു സംശയം, ഈ നന്ദുവും അനിയും ഒരുമിച്ചായിരിക്കോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെയാ, എനിക്കൊരു സംശയം ഉണ്ടമ്മേ, ഞാൻ ആ ഒരു കാര്യം അവൻ്റെ സുഹൃത്തുക്കളൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയണം. ശേഷം അനിയുടെ സുഹൃത്തുക്കളെ വിളിച്ചു നോക്കുമ്പോൾ അവളുടെ അടുത്തൊന്നും അനി വന്നിട്ടില്ല. നന്ദുവിൻ്റെ സുഹൃത്തായിട്ടുള്ള രാജേഷിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നന്ദു അവിടെ എങ്ങാനും ചോദിക്കുമ്പോൾ ഇല്ല എന്നൊക്കെ പറയണം. അപ്പോൾ അവർക്ക് ഏകദേശം കാര്യം മനസ്സിലായി, ഇവർ മുങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അനിയുടെ കൂട്ടുകാരൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, സാധാരണ നിങ്ങൾക്ക് വിഷമം വന്നാലോ സന്തോഷം വന്നാലോ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പെരിന്തൽമണ്ണയിൽ അടുത്തൊരു ചെറിയൊരു റിസോർട്ട് പോലത്തെ ഒരു സംഭവം ഉണ്ട്, അവിടെ സ്റ്റേ ചെയ്യാറുണ്ട്. അപ്പോൾ അനി മിക്കവാറും അവിടെ ഉണ്ടാവും എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ നയനക്കും ആകെ ടെൻഷൻ ആവാണ്. ഈശ്വര, ഇനി രണ്ടുപേരും കൂടി അവിടെ എങ്ങാനും കാണോ എന്നിങ്ങനെ വിചാരിക്കാട്ടോ. ഇത് കേട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇനി രണ്ടുപേരും ഒരുമിച്ചാണെങ്കിൽ അത് കുറച്ച് പ്രശ്നമാണ് മോനെ. അങ്ങനെ കല്യാണം കഴിയാത്ത ഒരു പെണ്ണിന്റെ കൂടെ അവനങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ, അത് തെറ്റ് തന്നെയാണല്ലോ. എന്നാലും നന്ദുവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ തെറ്റ് വരാൻ ഒരു ചാൻസും ഇല്ലല്ലോ എന്ന് നയൻ ഇങ്ങനെ വിചാരിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ചിലപ്പോൾ തെറ്റൊക്കെ സംഭവിക്കോടോ. കാരണം നമ്മൾ വിചാരിക്കുന്ന നന്ദു എന്ന് പറയുന്നത് നമ്മുടെ അനിയത്തിയായിട്ടുള്ള നന്ദു ആണ്. അനിയുടെ മുമ്പിലോ അവള് അനിനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, കാമുകിയാണ്. അതുകൊണ്ട് ആ സമയത്ത് അവളുടെ പ്രൊഫഷൻ എന്താണെന്നോ വീട്ടുകാരെന്താണെന്നോ എല്ലാം മറന്ന് അവൻ്റെ കൂടെ പോയിട്ടുണ്ടാകും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിക്കേണ്ട. അങ്ങനെ അവരുടെ ഒരുമിച്ചൊരു ഹോട്ടലിൽ റൂം എടുത്ത് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ടമ്മേ, മുത്തശ്ശനോട് പറയണം, നഷ്ടം സംഭവിച്ചാലും കുഴപ്പമില്ല, അനാമികമായിട്ടുള്ള ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നടത്തിയിട്ട് അനിയുടെയും അതുപോലെ തന്നെ നന്ദുവിൻ്റെയും വിവാഹം നടത്തിയേ പറ്റൂന്ന്. കാരണം ഇവർ ഒരുമിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നന്ദുക്കിന് വേറെ നല്ലൊരു ആലോചന വരുമോ? ഇതെങ്ങാനും ആ നവീൻ അറിഞ്ഞു കഴിഞ്ഞാൽ നന്ദുവിനെ വിവാഹം കഴിക്കുമോ? നല്ലൊരു ആലോചനയാ നവീൻ്റെ വന്നിരിക്കുന്നത്. അപ്പൊ നവീൻ എങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നന്ദുവിനെ തെറ്റിദ്ധരിക്കാന്ന് മാത്രമല്ല, നന്ദുവിൻ്റെ അടുത്ത് നന്ദുവിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമായിരിക്കും അവർക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ തന്നെ നവീൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ സ്വഭാവമൊക്കെ അറിയാലോ. അറിയാം മോനെ, എന്തായാലും അവർ ഒരുമിച്ചാണോന്നൊന്ന് അറിയട്ടെ എന്നൊക്കെ വിചാരിക്കുകയാണ്, പറയാണ് നമ്മുടെ ദേവയാനി. അങ്ങനെ ആദർശം ഏതൊക്കെയോ വഴി അറിയുന്നുണ്ട്, നമ്മുടെ നന്ദുവും അനിയും കൂടി ഒരുമിച്ചാണ് ഒരു റിസോർട്ടിലാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം. ഇതറിയുമ്പോഴേക്കും അവർക്കും ആകെ ഷോക്കായി പോവാട്ടോ. അങ്ങനെ ഒരുമിച്ച് നിൽക്കുക മാത്രമല്ല, അവിടെ അവർ അടിച്ചു പൊളിക്കാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ലവർ എന്ന രീതിയിൽ എത്രമാത്രം അടിച്ചു പൊളിക്കാവോ ആ രീതി രണ്ടുപേരും കൂടെ അടിച്ചു പൊളിക്കാണ്. അതിനുശേഷം നമ്മുടെ നന്ദുവിന് നയനെ വിളിക്കണ്ട്, മോളെ നീ ഇത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിന്റെ വീട്ടിലാണെന്നാണ് അപ്പോഴും നന്ദു കള്ളം പറയണത്. സുഹൃത്തിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, നിന്റെ സുഹൃത്ത് അനിയല്ലേ, അനിയന്റെ കൂടെ അല്ലേ നീ പോയിരിക്കണത്, നിനക്ക് എങ്ങനെ സാധിക്കുന്നു മോളെ? എന്നാലും നിന്നെ സമ്മതിക്കണം കേട്ടോ, ഞാൻ എൻ്റെയും അമ്മയുടെയൊക്കെ മുഖത്ത് നോക്കിയല്ലേ നീ പച്ച കള്ളം പറയണത്. അനിയായിട്ട് ഒരു ബന്ധവും ഇല്ല, കാണാറില്ല, എന്തൊക്കെയായിരുന്നു. അനിയും നീയും തമ്മിൽ കണ്ടുമുട്ടിയാലോ, രണ്ടുപേരും തമ്മിൽ ഒരു പരിചയമില്ലാത്ത പോലത്തെ ഒരു നിപ്പുണ്ട്. അനി പിന്നെയും നിന്നിടക്കെങ്കിലും ശ്രദ്ധിക്കാറുണ്ട്, നീ ഒരു തരത്തിലും ശ്രദ്ധിക്കാറ് പോലും ഇല്ല. ഇങ്ങനെയൊക്കെ നീ എങ്ങനെ മാറി? നിന്റെ ജീവിതത്തിൽ ഒരു രഹസ്യവും നീ എന്നോട് പറയാത്തത് ഉണ്ടായിരുന്നില്ലല്ലോ മോളെ, നിനക്ക് ഇങ്ങനെയൊക്കെ ഇന്ന് സാധിക്കുന്നു എന്ന് നയന ചോദിക്കുമ്പോൾ നന്ദു പറയണ്ട്, ചേച്ചി എനിക്ക് അനിയന് ഇഷ്ടമാണ്, അനിയല്ലാതെ വേറൊരാളെ കുറിച്ച് എനിക്ക് വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് വിവാഹം വേണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ ചേച്ചിയെടുത്തും അമ്മയെടുത്തും അച്ഛനടുത്തൊക്കെ കള്ളം പറയുമ്പോൾ എനിക്ക് കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കലും കുറ്റബോധമൊന്നും ഇല്ലാതെ നിങ്ങളുടെ കള്ളം പറഞ്ഞു നിന്നതല്ല ഞാൻ. എനിക്ക് വേറെ വഴിയില്ല ചേച്ചി, അനിയനെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനില്ലെങ്കിൽ അനി എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. അറിയാലോ അനിയുടെ സ്വഭാവം, അനി ഒരു പ്രാവശ്യം ജീവൻ വരെ കളയാൻ വേണ്ടി നോക്കിയതാണ്. നയന പറയണ്ട്, അനി മാത്രമല്ല നീയും അങ്ങനെ തന്നെയായിരുന്നല്ലോ, നീയും നിന്റെ ജീവിതം തീർക്കാൻ വേണ്ടി നോക്കിയതല്ലേ? അതെ ചേച്ചി, അതുകൊണ്ട് ഞാൻ പറയണത്, ചേച്ചി ഞാൻ ചേച്ചിയുടെ ഒരു കാര്യം പറയാം, നവീൻ വക്കീലിനെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. വിവാഹം എന്ന് എനിക്കൊരു വിവാഹം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അനിയായിട്ട് മാത്രം നടത്തി തന്നാൽ മതി, അല്ലാതെ വേറൊരാളായിട്ടും വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ വിവാഹം നിങ്ങൾ നടത്തുവാണെങ്കിൽ വിവാഹത്തിന്റെ തലേ ദിവസം എൻ്റെ ശവമായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന് നന്ദു അറുത്തു മുറിച്ചങ്ങോട്ട് പറയാട്ടോ. നയനക്ക് ശരിക്കും ഷോക്കായി പോവാണ്. നയൻ ഈ കാര്യം ആദർശിനോട് പറയണ്ട, എൻ്റെ അച്ഛനും അമ്മയും വല്ലാത്ത വിഷമിക്കും ആദർശ് കേട്ടാ, ഇവളെന്താ ഇങ്ങനെയായി പോയത്? ആദർശ് പറഞ്ഞിടോ, അവളിങ്ങനെ കുറ്റപ്പെടുത്താത്ത അവരുടെ ഭാഗത്ത് നിന്ന് താൻ ചിന്തിച്ചു നോക്ക്. അവർക്ക് ഈ അവരും ഈ രാജ്യത്തിന്റെ പൗരന്മാരാ, അവർക്കും ഈ നാട്ടിലെ ജീവിക്കണ്ടേ, അവർക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കണ്ടേ, അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കണ്ടേ? അല്ല നമ്മൾ ഇന്നാളെ വിവാഹം കഴിക്കുക, ഇന്നാളുടെ കൂടെ മാത്രം ജീവിച്ചാൽ മതി, അവർക്കൊരു ഇഷ്ടം വേണ്ടേ? അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് കൂടി താൻ ചിന്തിച്ചേ പറ്റൂ. പിന്നെ
താൻ ഇനി ഇതിന്റെ പേരിൽ അവളെ വിളിച്ച് വഴക്ക് പറയാനൊന്നും നിൽക്കണ്ട. പിന്നെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയുമൊന്നും വേണ്ട അവർ ഒരുമിച്ചായിരുന്നുള്ള കാര്യം. വെറുതെ അവരെതിനെ ടെൻഷൻ ആക്കണത്. പിന്നെ നവീൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ നാളെ നവീൻ വിചാരിക്കും നമ്മളെല്ലാവരും കൂടി അവനെ ചതിച്ചു എന്ന്. അങ്ങനെ പാടില്ലല്ലോ. അതുകൊണ്ട് അവനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ആദർശ് പറയണ്ട. അപ്പം നയനെ പറയണ്ട, അത് ശരിയാ ആദർശ് കേട്ടാ. അല്ലെങ്കിൽ പാവം നവീനെയും കൂടി നമ്മൾ ചതിക്കണ പോലെ അവൻ്റെ നല്ല പയ്യനാണ്. എത്രയോ പ്രാവശ്യം നമ്മുടെ കുടുംബത്തെ രക്ഷിച്ചത് നവീൻ വക്കീലാണ്. അതുകൊണ്ട് നവീൻ വക്കീലെ ചതിക്കാൻ ഒരിക്കലും സാധിക്കില്ല. എനിക്ക് അനീനെ പോലെ തന്നെയാണ് നവീനും. അതുകൊണ്ട് നവീനോട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കണമെന്ന് നയനെ പറയുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ നവീനാണെന്നുണ്ടെങ്കിലോ അനിക്കിട്ടും അതുപോലെ നന്ദുവിനും പണി കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ്. വേറെ ഒന്നുമല്ല, അവര് കുറെ പ്രാവശ്യം നവീനെ വട്ടം കറക്കിയതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിട്ട് വട്ടം കറക്കാതെ നവീൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ശരിക്കും നവീൻ ഒന്ന് അഭിനയിക്കുക കേട്ടോ. എനിക്ക് നിന്നെ മാത്രം മതി, നിന്നെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്നൊക്കെ നന്ദുവിനോട് പറയുന്നുണ്ടെങ്കിലും വിവാഹത്തിന്റെ ആ ഒരു സമയത്ത് വധു വരമ്പരായിട്ട് ഇവര് സ്റ്റേജിലേക്ക് കയറുമ്പോൾ അനിയുടെ കൈകളിലേക്ക് നന്ദുവിനെ ഏൽപ്പിക്കണം. അതാണ് നമ്മുടെ നവീന്റെ ഉദ്ദേശം. അതിനു മുമ്പ് രണ്ടുപേരും തീ തിന്നട്ടെ, രണ്ടുപേരും തന്നെ വട്ടം കറക്കിയതല്ലേ കുറെ, അപ്പൊ രണ്ടുപേരും കുറച്ചും കൂടെ അനുഭവിക്കട്ടെ എന്ന് നവീൻ കരുതിക്കൂട്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ നന്ദുവിൻ്റെയും അനിയുടെയും പ്രണയരംഗങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ ആദർശ് വേറെ ആരുടെയല്ല, നമ്മുടെ നാഗേന്ദ്രന്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ ചെകഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആ ഒരു നെക്ലസിന്റെ പേരിൽ മാത്രമല്ല, വേറെ എന്തോ വലിയൊരു ചതി, അതിനേക്കാളും അതേ ഒരു ചതിയാണ്, അതിനേക്കാളും അപ്പുറം വേറെ എന്തോ ഒരു ചതി ഈ ജലജ അപ്പച്ചി ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് വഴിയുള്ളൂ. ഒന്ന് മുത്തശ്ശൻ പറയണം, മുത്തശ്ശൻ പറയില്ല. മുത്തശ്ശൻ ഒടുക്കത്തെ വാശിയിലാണല്ലോ, ആ കാര്യങ്ങളൊന്നും പറയില്ല, നാഗേന്ദ്രനെ കുറിച്ച് ഒരു കാര്യം സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ജലജപ്പച്ചി അവരുടെ ഭാഗത്തുള്ള തെറ്റിനെ കുറിച്ച് അവര് സംസാരിക്കില്ല. പിന്നെയുള്ളത് നാഗേന്ദ്രൻ, അയാളാണെങ്കിൽ അടുക്കത്തുമില്ല. പക്ഷെ അയാളുടെ ഇനി അടുപ്പം കാണിച്ചേ പറ്റും. അല്ലെങ്കിലും ഇപ്പൊ ശത്രുതയൊന്നും ഇല്ലല്ലോ അയാളുടെ അടുത്ത്. അയാൾക്ക് ഞങ്ങൾ എല്ലാവരും ശത്രുക്കളാണ്, കാരണം അത്രമാത്രം അയാൾ വർഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അയാളുടെ കൂടെ നിന്ന് സത്യങ്ങളൊക്കെ മനസ്സിലാക്കണം. പറ്റുമെങ്കിൽ അയാൾ ഇവിടെ വിളിച്ചോണ്ട് വരണം എന്ന് ആദർശ് വിചാരിക്കാട്ടോ. അങ്ങനെ ആദർശ് അതിനു വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെടുവാണ്. കാരണം നാഗേന്ദ്രന്റെ ആ ഒരു നിരപരാധിത്വം മുത്തശ്ശന്റെ മുമ്പിൽ തെളിയിക്കണം. അതുപോലെ തന്നെ ചതിയത്തിയായിട്ടുള്ള ജലജേന അതായത് തറവാട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം. അതിനെ വേണ്ടിയിട്ടാണ് ആദർശ് ഇനി ശ്രമിക്കുന്നത്. അപ്പൊ പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മാത്രമേ നാഗേന്ദ്രനെ സഹായിക്കാനും സാധിക്കത്തുള്ളൂ. അതിനു വേണ്ടി ആദർശ് നാഗേന്ദ്രനായിട്ട് മാക്സിമം ഒന്നിക്കാനായിട്ട്, അതായത് നാഗേന്ദ്രനായിട്ട് കൂട്ടുപെടാനുള്ള അവസരങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. ഏറെ കുറെയൊക്കെ അതിൽ വിജയിക്കുന്നുണ്ട് കേട്ടോ. കാരണം നാഗേന്ദ്രൻ ഇപ്പൊ നമ്മൾ ദുഷ്ടൻ എന്ന രീതിയിലല്ലേ കാണുന്നത്. പക്ഷെ നാഗേന്ദ്രൻ ദുഷ്ടനൊന്നുമല്ല. നാഗേന്ദ്രന് നല്ലൊരു ആളാവുമ്പോൾ നമ്മൾ കഥ മാറാൻ പോകുന്ന ഭാഗമാണ് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ തമിഴിൽ ഇങ്ങനത്തെ ഭാഗങ്ങൾ നാഗേന്ദ്രൻ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലൊന്നും കാണിക്കണമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തമിഴിലായിട്ട് ഇപ്പോൾ ചെറിയ സാമ്യം ഉണ്ടെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തമിഴിലെ ഭാഗം ഞാൻ പറയാത്തത്. എന്തായാലും തമിഴിലെ പോലെ എന്തെങ്കിലുമൊക്കെ ഭാഗം വരുവാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാം. പിന്നെ തെലുങ്കിലെ ഭാഗം കൂടി ഒന്ന് കണ്ടു നോക്കട്ടെ, കാണാം. ചിലപ്പോൾ ഇതുപോലെയാണ് തെലുങ്ക് പോകുന്നതെങ്കിലോ. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിവ്യൂ കൂടി അപ്ലോഡ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.